എല്ലാവർക്കും നമസ്കാരം. ഈ ന്യൂസ് ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇറ്റേഴ്സ് ചാനലിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം ഇറ്റേഴ്സ് ചാനൽ 74 ഡിഗ്രിയിലായിരുന്നു കിട്ടിയിരുന്നത്. ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്തായിട്ട് അതിൻ്റെ സിഗ്നൽ കിട്ടുന്നില്ല. ഈ ചാനലിന് 74 ഡിഗ്രിയിൽ ഇപ്പോൾ കിട്ടുന്നില്ല. ഞാൻ 4 ഫീറ്റിൽ വരെ ട്രാക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെയുള്ള ചാനലുകളെല്ലാം കിട്ടുന്നുണ്ട്, ഈ ചാനൽ കിട്ടുന്നില്ല. ഈ ചാനൽ നമുക്ക്, അതായത് 74 കിട്ടിയിരുന്ന വിറ്റേഴ്സ് ചാനൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് 93 ഡിഗ്രിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഏത് ഫ്രീക്വൻസിയിലാണ്, അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. 93 ഡിഗ്രിയിൽ നമുക്ക് വിദ്യാഭ്യാസ ചാനൽ 6 ചാനൽ കിട്ടുന്നുണ്ട്. 6ഉം മലയാള ചാനലുകളാണ്. അതിൻ്റെ കൂടെ ദൂരദർശൻ്റെ ചാനലും, അങ്ങനെ 7 ചാനലാണ് നിലവിൽ കിട്ടുന്നത്. നമുക്ക് 8 ചാനലൊക്കെ കിട്ടിയിരുന്നു. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ 6 ചാനലാണ് കിട്ടുന്നത്. അങ്ങനെ മൊത്തം 7 ചാനൽ മലയാള ചാനൽ കിട്ടുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് നമ്മൾ 74 കിട്ടിയിരുന്ന വിറ്റേഴ്സിൻ്റെ ചാനലുകൾ, അതിലുള്ള എല്ലാ പ്രോഗ്രാമും ആ ചാനലിൻ്റെ എംബ്ലം വരെ നമുക്ക് എന്ന് പറയാം ഈ ദൂരദർശൻ്റെ ചാനൽ കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് 74 കിട്ടുന്ന ചാനലുകളെല്ലാം, അതായത് 2 ചാനലായിരുന്നു കിട്ടിയിരുന്നത് നിലവിൽ വിറ്റേഴ്സിൻ്റെ, ആ 2 ചാനലും ഇതിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഒരു ചാനലിലെ ആദ്യം ഇറങ്ങിയ ചാനലിൻ്റെ എംബ്ലമാണ് കാണിക്കുന്നത്. അതിൻ്റെ കൂടെ മറ്റു ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ദൂരദർശൻ്റെ എംബ്ലം കാണിക്കുന്നുണ്ട്. 74 ഡിഗ്രിയിൽ എങ്ങനെയായിരുന്നു ചാനൽ പ്രോഗ്രാം കണ്ടിരുന്നത്, അതേ പ്രോഗ്രാം തന്നെയാണ് ഇപ്പോൾ നമുക്ക് 93 കൂടി കാണാൻ പറ്റുന്നത്. അപ്പോൾ 74 ഡിഗ്രി ഉപയോഗിക്കുന്ന ആളുകൾ 93ലേക്ക് ട്രാക്ക് ചെയ്ത് വയ്ക്കുക. ഇനി 93 ട്രാക്ക് ചെയ്ത ആളുകൾ ഞാൻ കാണിക്കുന്ന TPകൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് 7 ചാനൽ കിട്ടും. 74 ഡിഗ്രി ട്രാക്ക് ചെയ്ത 60 സെൻറ്റിമീറ്റർ ഡിഷിൽ തന്നെ നമുക്ക് 93 ഡിഗ്രിയും ട്രാക്ക് ചെയ്യാം. 93ൻ്റെ കൂടെ തന്നെ നമ്മൾ 95ൻ്റെ സിഗ്നലും കൂടി പിടിച്ചു കഴിഞ്ഞാൽ 15 ചാനൽ നമുക്ക് അഡീഷണലായിട്ട് കിട്ടും. അതായത് 95 നിന്ന് 15 ചാനലാണ് നമുക്ക് കാണാൻ പറ്റുന്ന ചാനലുകളുള്ളത്. 95 പിടിച്ചിട്ട് അല്പം ഡിഷ് താഴത്തോട്ട് താത്തി കൊടുത്താൽ മതി. അതായത് ഇത് 95ലാണെന്ന് 93ലാണെന്ന് വയ്ക്കുക, അല്പം അടിയിലേക്ക് താത്തുക. സിഗ്നൽ കുറവാണെങ്കിൽ ഡിഷിൻ്റെ ബാക്ക് സൈഡ് നിൽക്കുമ്പോൾ നമ്മുടെ ഇടത് കൈയിൻ്റെ ഭാഗത്തേക്ക് അല്പം തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ 2ൻ്റെ സിഗ്നൽ നമുക്ക് ഒരുമിച്ച് കിട്ടും. ഏതൊക്കെ TPയിലാണ് മലയാള ചാനലുകൾ കിട്ടുന്നത് നോക്കാം. അതേപോലെ തന്നെ 95ലെ TP പരിചയപ്പെടുത്താം. ഞാൻ ട്യൂൺ ചെയ്യുന്ന സെറ്റ് ബോക്സ് സോളിഡിൻ്റെ 6165 ആ സെറ്റ് ബോക്സ് വെച്ചിട്ടാണ് ട്യൂൺ ചെയ്യുന്നത്. 2 സാറ്റലൈറ്റിൽ നിന്നും കൂടി 457 ചാനലാണ് ട്യൂണായിട്ടുള്ളത്. ഈ കാണുന്ന 7 ചാനലാണ് മലയാള ചാനൽ പറഞ്ഞത്. അതിൽ 6 എണ്ണം വിദ്യാഭ്യാസ ചാനലും 7ാമത്തെ നിലയിൽ കിട്ടുന്ന ദൂരദർശൻ്റെ ചാനലും. ഈ ഒരു ഫ്രീക്വൻസിയിൽ ഒരു മലയാള ചാനലാണ് കിട്ടുന്നത്. ഈ കാണുന്ന ഫ്രീക്വൻസിയിൽ 5 മലയാള ചാനൽ കിട്ടുന്നുണ്ട്. ഇതാണ് ദൂരദർശൻ്റെ ഫ്രീക്വൻസി 11550. ഇത് 95 ഡിഗ്രിയിൽ നിന്ന് കിട്ടുന്ന ഫ്രീക്വൻസിയാണ്. ഇതിൽ നമുക്ക് 2 തമിഴ് ചാനൽ കിട്ടുന്നുണ്ട്. 74 ഡിഗ്രി ട്രാക്ക് ചെയ്ത ആളുകൾക്ക് നിലവിൽ കിട്ടുന്ന 2 വിറ്റേഴ്സ് ചാനൽ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ 93 ഡിഗ്രിയിലേക്ക് ട്രാക്ക് ചെയ്ത് വയ്ക്കുക. 7 വിദ്യാഭ്യാസ ചാനൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇന്നത്തെ ട്രാക്കിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു ട്രാക്കിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.